വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അനദർ കം ബാക്ക് ആൻഡ് വി ആർ ബാക്ക് ടു ടോപ്പ്. നമ്മൾ വീണ്ടും ലാലിഗന്റെ ടോപ്പിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ബിഗ് ന്യൂസ് എന്ന് പറയുന്നത്. റയൽ സോസിഡാഡിനെ 2-1 തോൽപ്പിച്ചു. മാച്ചിന്റെ സ്റ്റാർട്ടിംഗ് 11 കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് സെസനിയാണ് വരുന്നത്. കാരണം ജോൺ ഗാർഷ ഇഞ്ചേർഡ് ആണ്. 6 വീക്സ് ആൾ ഔട്ടായിരിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റ് ബാക്ക് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം. പിന്നെ ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കോംബോ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസൺ അറാഹോ കോംബോ ആണ്. നമ്മളെപ്പോഴും ഈ കോംബോ ഇങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നത് നല്ലതാണ്. പ്ലേയേഴ്സിന് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടും, അറിയാലോ, അത് എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മാർട്ടി, റൈറ്റ് ബാക്ക് ആയിട്ട് കൂണ്ടെ, മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും പെഡ്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിയോങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 റൂൾ അവിടെ സ്റ്റാർട്ട് ചെയ്തത് ദ്രോ ആണ്. ഓക്കെ, പിന്നെ റൈറ്റ് വിംഗർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് റൂണിയാണ്. സ്ട്രൈക്കർ ലെവയാണ്, ലെഫ്റ്റിൽ റാഷ്ഫോർഡ് ആണ്. കുറച്ച് ചേഞ്ച് ഒക്കെ ആ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നമുക്ക് കാണാനുണ്ട്. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഡ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചില സമയത്തൊക്കെ ഡ്രോ കുറച്ച് കൺഫ്യൂസ്ഡ് ആയ പോലെയാണ് തോന്നിയത് പൊസിഷനിങ്ങിന്റെ കാര്യത്തിലൊക്കെ. ഇപ്പോൾ സ്വാഭാവികം നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഓൽമോ കളിക്കുകയാണെങ്കിലും ഫെർമി കളിക്കുകയാണെങ്കിലും കുറച്ചുകൂടി ഡീപ്പിലേക്ക് വന്നിട്ട് അവർ ബോൾ വാങ്ങുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഡ്രോ ഒരു 30-35 മിനിറ്റ് വരെ ഒന്നും അത്ര ഡീപ്പിലേക്ക് വന്നിട്ട് ബോൾ കളക്ട് ചെയ്യുന്നതായിട്ടൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ച് മെച്ചപ്പെട്ടു എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഡീസെന്റ് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ആണ് ദ്രോന്റെ സൈഡിൽ നിന്ന് കണ്ടത്. ചില നല്ല പാസസ് ഒക്കെ ഉണ്ടായിരുന്നു. ആള് 2 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാലോ, നൈസായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ആൾ അത്ര ഫിസിക്കലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സോസിഡാഡ് പ്ലേയേഴ്സിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നൈസായിട്ട് കളിച്ചു. ആസ് എ ഡെബ്യൂ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഡീസെന്റ് ആണ്. 17 വയസ്സ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അണ്ണൻ വന്നു, നൈസായിട്ട് കളിച്ചു, പോയി, അത്ര തന്നെ. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് 10 റോളിലേക്ക് ഓൽമ വരുന്നുണ്ട്. ഓൽമ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പെർഫോമൻസ് നോക്കുമ്പോൾ നമ്മൾ മിഡ്ഫീൽഡൊക്കെ അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്തു. പക്ഷെ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഈ പഹയന്മാർ ലോ ബ്ലോക്കിലേക്ക് പോയി. ലോ ബ്ലോക്ക് നമുക്ക് മര്യാദക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമുക്ക് ചാൻസസ് കിട്ടി. പെഡ്രിക്ക് കിട്ടിയ ചാൻസ് പെഡ്രി കൺവേർട്ട് ചെയ്തില്ല. അതൊക്കെ ഓപ്പൺ ചാൻസ് ആണ്, അതൊക്കെ പെഡ്രി കൺവേർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ പ്ലേയേഴ്സിന് എന്താണ് ലോങ് ഷൂട്ട് അടിക്കാൻ ഇത്ര മടി? പെഡ്രിക്കാണെങ്കിലും ഡിയോങ്ങിനാണെങ്കിലും ബോക്സിന് പുറത്ത് വെച്ചൊരു ബോൾ കിട്ടുമ്പോൾ ചുമ്മാ അടിച്ചൂടെ? ഇവന്മാരെ അടിക്കുന്നില്ല, ഓപ്പൺ പോസ്റ്റ് കിട്ടിയാലും അടിക്കുന്നില്ല. അതാണ് അവസ്ഥ. ഇവരെ കൊണ്ട് അടിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. 5 അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭാഗ്യത്തിന് കയറിയാലോ ടീമിനൊരു ഗോളായില്ലേ. ഇവരടിക്കുന്നില്ല, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നൈസായിട്ട് അവസാനിപ്പിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ മാച്ച് 1-1 എത്തിക്കുന്നുണ്ട്. റാഷ്ഫോർഡിന്റെ അസിസ്റ്റ് തന്ന് കൂണ്ടെ ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ റാഷ്ഫോർഡിന്റെ അസിസ്റ്റിൽ കൂണ്ടെ ഗോൾ അടിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഞാൻ പറഞ്ഞ പോലെ ഓൽമ വരുന്നു, റോണിക്ക് പകരം ലമീൻ വരുന്നു. ലമീനൊക്കെ നന്നായിട്ട് കളിച്ചു. ലമീൻ വരുന്നു, ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നു, ആ ഒരു ബോൾ വരുന്നു, അത് ഗോൾ അടിക്കുന്നു. നൈസ് ഫുട്ബോൾ ആയിരുന്നു അത്. അങ്ങനെ 2-1 ലീഡ് നമ്മൾ എടുത്തു. അനദർ കം ബാക്ക്. നമ്മളിപ്പോൾ ഒരുപാട് കംബാക്കുകൾ നടത്തുന്നുണ്ട്. ആ ലിസ്റ്റിലേക്ക് മറ്റൊരു കംബാക്ക് കൂടെ. ഗ്രേറ്റ് ഫുട്ബോൾ ആണ് കളിച്ചത്. പിന്നെ എന്താ പറയുക, കളി നൈസായിട്ട് കൺട്രോൾ ചെയ്ത് പെഡ്രി എന്ത് കളിയാണ്! നൈസായിട്ടാണ് ആള് ഗെയിം കൺട്രോൾ ചെയ്യുന്നത്. എന്താ പറയാ, നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതാണ്. പിന്നെ ഡിയോങ്ങും ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഹി വാസ് റൂളിങ്. ചില സമയത്ത് കുറെ കൂടി അഡ്വാൻസ്ഡ് പൊസിഷനിലേക്കൊക്കെ വന്നിട്ട് വളരെ നൈസായിട്ടാണ് ആള് കളി കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് നമ്മൾ ക്രെഡിറ്റ്സ് കൊടുക്കണം. കാരണം ഒരു സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ കേട്ട പ്ലെയർ ആണ്, പക്ഷെ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. റാഷ്ഫോർഡ് വലിയ കുഴപ്പമില്ലാതെ കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ആള് ഒരു ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആയേനെ. പക്ഷെ നല്ലൊരു അസിസ്റ്റ് കൊടുത്തു. എന്നിരുന്നാൽ പോലും കൂടുതൽ വർക്ക് ആളെ സൈഡിൽ നിന്ന് വരണം. കാരണം ഹീസ് എ സീനിയർ പ്ലെയർ. ഓക്കെ, റോണിയും ദ്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റെപ്പ് ചെയ്തിട്ട് ഒരു മാതൃക കാണിച്ചു കൊടുക്കേണ്ട മനുഷ്യനാണ് റാഷ്ഫോർഡ്. സോ ആ ലെവലിലേക്ക് ആൾ ഒന്നുകൂടെ ഉയരേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മുന്നിൽ ആ ഒരു PSG മാച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പം ഹി ഷുഡ് ഷോ ദാറ്റ് ഹി ക്യാൻ ഡു സംതിങ്. അതാണ്. പിന്നെ ലെവ നന്നായിട്ട് കളിച്ചു. പക്ഷെ ഓപ്പൺ പോസ്റ്റ് കിട്ടിയ ഗോൾ അടിക്കണ്ടേ? ഗോൾ അടിച്ചില്ല. ആൾക്ക് നൈസ് ചാൻസസ് കിട്ടുന്നു, പക്ഷെ ഗോൾ അടിക്കുന്നില്ല. എന്താ പറയാ, ഡിസപ്പോയിന്റഡ് ആണ്. അണ്ണൻ അതൊക്കെ ഗോൾ അടിക്കണ്ടേ? ഈ ചങ്ങായി ഇങ്ങനത്തെ ചാൻസസ് ഒക്കെ ഗോൾ അടിച്ചിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിൽ പിച്ചിച്ച് തൂക്കിയേനെ. ഈ സീസണിലും പിച്ചിച്ചൊന്നും അടിക്കൂല. കാരണം ടഫ് ചാൻസ് ഒക്കെ ഗോൾ അടിച്ചിട്ട് ഈസി ചാൻസ് ഒക്കെ ലെവ മിസ് ചെയ്യും. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്.
പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ് ആസ് യൂഷ്വൽ നന്നായിട്ട് കളിച്ചു. ലമിൻ വന്നതിന് ശേഷം നന്നായിട്ട് കളിച്ചു. ലമിൻ വന്നപ്പോഴാണ് ഗെയിം ടോട്ടലി ഉണരുന്നത്, ലെവ ഗെയിമിലേക്ക് വരുന്നത്. ഓൾമോ നൈസായിട്ട് കളിച്ചു. പിന്നെ റാഷ്ഫോർഡ് വലിയ കുഴപ്പമില്ലാതെ കളിച്ചു. നമ്മുടെ ഡിഫൻസ് വാസ് ഗുഡ് പറയണം കേട്ടോ. എസ്പെഷ്യലി അറാഹോ ആയിരുന്നപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലൊക്കെ കുറെ സംശയം ഉണ്ടായിരുന്ന പ്ലെയർ, പക്ഷെ നൈസായിട്ടാണ് ആൾ കളിക്കുന്നത്. അനാവശ്യ മിസ്റ്റേക്കുകളൊന്നും വരുത്തുന്നില്ല. ഇനി PSG മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറാഹോനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ആ ഒരു സ്പോട്ട് അവിടെ ഉറപ്പിക്കാനുള്ള ക്രൂഷ്യൽ മാച്ചാണ്. സോ ആ ലെവലിൽ പെർഫോം ചെയ്യണം. പിന്നെ ക്രിസ്ത്യൻസൺ വളരെ നീറ്റായിട്ട് കളിച്ചു. കൂണ്ട വളരെ നീറ്റായിട്ട് കളിച്ചു. മാർട്ടിൻ നന്നായിട്ട് കളിച്ചു. മാർട്ടിനെ നോക്കുകയാണെങ്കിൽ മാർട്ടിൻ നല്ല അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ഷോട്ടൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. മാർട്ടിന്റെ ഷോട്ട് അടിപൊളിയാണ്, പക്ഷെ ഒന്ന് കയറി കിട്ടണം, അതാണ്. സോ മാർട്ടിന്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞത് മാസീവ് ഇമ്പ്രൂവ്മെന്റ് ആണ്. സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. PSG മാച്ചാണ്. സോ എക്സൈറ്റഡ് ആണ്, അതേസമയം അറിയാലോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചുറി ലിസ്റ്റ് ആണ്. ഗാവി ഇഞ്ചോർഡ് ആണ്, ഫെർമി ഇഞ്ചോർഡ് ആണ്, ജോൻ ഗാർഷി ഇഞ്ചോർഡ് ആണ്, റാഫിൻ ഇഞ്ചോർഡ് ആണ്. ആ ഇഞ്ചുറി ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു വരികയാണ്. അപ്പൊ ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ശരിക്കും പെഡ്രിനൊക്കെ ഒരുപാട് റെസ്റ്റ് ചെയ്യണം, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അത് ചെയ്യണം, അല്ലെങ്കിൽ പെഡ്രിക്കൊക്കെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞു. ഓക്കെ, അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.